Hi guys, welcome back to a new video. In this video, we are about to learn a story. And the title of the story is The Mysterious Picture, written by a famous Belgian writer, Charles de Coster. 8th standardle Charles de Coster എന്ന ബെൽജിയൻ റൈറ്റർ എഴുതിയ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന മനോഹരമായ ഒരു സ്റ്റോറിയാണ് ഈ വീഡിയോ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. This story is about an artist, a painter called Till Ullenspiegel എന്ന് പറയുന്ന ഒരു പെയിന്റർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന്റെ കഥയാണ് ദ മിസ്റ്റീരിയസ് പിക്ചർ. ടിൽ എന്ന് പറയുന്ന പെയിന്റർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു പ്രതിസന്ധിയിലാവുകയും ആ പ്രതിസന്ധിയെ അദ്ദേഹം തന്റെ ബുദ്ധി ഉപയോഗിച്ച് അതിൽ നിന്നും രക്ഷപ്പെടുന്നതുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദ മിസ്റ്റീരിയസ് പിക്ചർ. I'll read the story and will explain to you. So let's go to the story. Till, in the course of his wanderings from court to court, rode to the palace of the Archduke of Battenberg on his donkey. In the beginning of the story, we see that Till is a wanderer. What is wanderer? Wanderer means somebody who wander. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ടിൽ എന്ന് പറയുന്ന പെയിന്റർ. And on his journey, he reaches the palace of Archduke of Battenberg. ബാറ്റൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആർച്ച്ഡ്യൂക്ക് മീൻസ് കിങ്, ആ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തുകയാണ് ടിൽ എന്ന് പറയുന്ന പെയിന്റർ. His clothes and appearance attracted everyone's attention. His cap was set smartly on his head, and the 3 bright feathers on each danced in the breeze as he rode. Till's appearance attracted everyone's attention. ചില ആളുകളുടെ വസ്ത്രരീതി അവരെ വലിയ രീതിയിൽ ആളുകൾ നോട്ട് ചെയ്യാൻ കാരണമാവും അല്ലെ. വളരെ വിചിത്രമായി വസ്ത്രം ധരിക്കുന്ന ആളുകളെ പെട്ടെന്ന് നോട്ട് ചെയ്യും. അത്തരത്തിലൊരാളായിരുന്നു ടിൽ. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം, ഹിസ് അപ്പിയറൻസ്, അദ്ദേഹത്തിന്റെ ആകെക്കൂടെയുള്ള അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ആളുകൾ എന്ത് ചെയ്യും? അദ്ദേഹത്തെ നോട്ട് ചെയ്യും. ബിക്കോസ് ഹി വാസ് റൈഡിങ് ഓൺ ഹിസ് ഡോങ്കി. അദ്ദേഹം തന്റെ കഴുതപ്പുറത്താണ് യാത്ര നടത്തുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ തലയിൽ എന്തുണ്ടായിരുന്നു? ദർ വാസ് എ ക്യാപ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ്. തന്റെ തലയിൽ അതിമനോഹരമായിട്ടുള്ള ഒരു തൊപ്പി അദ്ദേഹം ധരിച്ചിരുന്നു. ആൻഡ് ദർ വർ 3 feathers ഓൺ ദാറ്റ് ക്യാപ്. ആ ക്യാപ്പിൽ 3 feathers, 3 തൂവലുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ദോസ് feathers danced in the breeze. അദ്ദേഹം കഴുതപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ കാറ്റില് അദ്ദേഹത്തിന്റെ തൊപ്പിയിൽ ഉണ്ടായിരുന്ന 3 feathers എന്ത് ചെയ്യായിരുന്നു? അതിങ്ങനെ നൃത്തം ചെയ്യുമായിരുന്നു. At the main entrance to the palace, the captain of the guards called out to him, "Hey there, you fella on the donkey. We don't allow any loafers here. You and your donkey already look like skeletons." And at the entrance of the palace, there was the captain of the guards. ആ കൊട്ടാരത്തിന്റെ എൻട്രൻസിൽ ആരുണ്ടായിരുന്നു? There was the captain of the guards. ഗാർഡുകളുടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. And he shouted at Till, "Hey there, you fella on the donkey. We don't allow any loafers here." Hey, കഴുതപ്പുറത്ത് വരുന്നവനെ, ഇവിടെ ഞങ്ങൾ ലോഫേഴ്സിനെ അനുവദിക്കില്ല. What is loafer? Loafer means beggar. ഞങ്ങൾ ഇവിടെ ഈ കൊട്ടാരത്തില് ബെഗേഴ്സിനെ ഒന്നും അനുവദിക്കില്ല, കയറ്റില്ല. നീ എന്തിനാണ് രാജകൊട്ടാരത്തിന്റെ എൻട്രൻസിലോട്ട്, ഗേറ്റിന്റെ അടുത്തോട്ട് വന്നതെന്ന് വിളിച്ചു ചോദിക്കുന്നു. The captain of the guards was a tall, well-built, red-haired man of about 25. He was handsomely dressed in his gold-braided uniform. What kind of a guy was captain of the guards, or how he looked? He was a tall, well-built man of about 25. അദ്ദേഹം നല്ല ഉയരമുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള very well built means a strong person with a strong physique. He was well built, tall and red haired man. അദ്ദേഹത്തിന്റെ മുടി ചുവന്ന നിറത്തിലായിരുന്നു. And he was handsomely dressed in his gold braided uniform. അദ്ദേഹം തന്റെ ഗോൾഡൻ സ്റ്റിച്ചുള്ള ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. തന്റെ യൂണിഫോമിൽ ഗോൾഡൻ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു വസ്ത്രമണിഞ്ഞാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് നിൽക്കുന്നത്. Till looked at him coolly and then dismounted from his donkey. He bowed low and said, "May God bless you, Sir Captain. If I look like a skeleton, it's not my fault." What was the reaction of Till towards Captain of the Guards when he shouted,
ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ടില്ലിനടുത്ത് ഷൗട്ട് ചെയ്തപ്പം ടിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്? ഹി റിയാക്റ്റഡ് വെരി കൂൾലി. ടിൽ വളരെ കൂളായിട്ടാണ് റിയാക്ട് ചെയ്തത്. ഹി ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. ടിൽ തന്റെ ഡോങ്കിയുടെ പുറത്തുനിന്നും കഴുതപ്പുറത്തുനിന്നും താഴോട്ട് ഇറങ്ങുന്നു. ആൻഡ് ടിൽ ബോവ്ഡ് ലോ മീൻസ് അദ്ദേഹത്തെ താണ് വണങ്ങി. ടിൽ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സിനെ വണങ്ങുന്നു. എന്നിട്ട് പറയാണ്, മേ ഗോഡ് ബ്ലസ് യു സർ ക്യാപ്റ്റൻ. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെൽട്ടൺ ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു സ്കെൽട്ടൺ ആയിട്ട് കാണപ്പെടുന്നുവെങ്കിൽ, ഞാനൊരു അസ്ഥികൂടമായി കാണപ്പെടുന്നുവെങ്കിൽ അതെന്റെ ഫോൾട്ട് അല്ല, ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് എന്നായിരുന്നു ടില്ലിന്റെ പ്രതികരണം. ഐ എം വെരി ഹംഗ്രി. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ എം ഫോഴ്സ്ഡ് ടു. എന്നിട്ട് ടിൽ എന്ത് പറയുന്നു? ഐ ആം വെരി ഹംഗ്രി. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇഫ് ഐ ഹാവ് കം ഹിയർ ഐ ആം ഫോഴ്സ്ഡ് ടു കം ഹിയർ. ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വരാൻ നിർബന്ധിതനായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നും പറയുന്നു ടിൽ. If you will be so good as to give me a piece of the gold cord that you wear on your coat, I'll go and hang myself by the teeth on that large leg of mutton that I see hanging in that butcher's shop. എന്നിട്ട് തമാശ രൂപേണ ടിൽ എന്ത് പറയുന്നു ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സിന്റെ അടുത്ത്? നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന് മേലുള്ള ആ ഗോൾഡ് കോഡ്, ആ ഗോൾഡ് ത്രെഡ്, സ്വർണ്ണ നൂല് എനിക്ക് നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും? തൊട്ടടുത്ത് കാണുന്ന ബുച്ചേഴ്സ് ഷോപ്പ്, മാംസക്കടയിൽ ചെന്നിട്ട് അവിടെ തൂക്കിയിട്ടിട്ടുള്ള ആ മട്ടൻ പീസിന്റെ മേലെ, അതിന്റെ ആ ഇറച്ചി കഷ്ണത്തിന്റെ മേലെ ഞാൻ എന്ത് ചെയ്യും? കടിച്ചു തൂങ്ങിക്കിടക്കും എന്നുള്ള തമാശ രൂപേണയുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു ടില്ലിന്റെ ഭാഗത്ത്. The captain was playing a game of chess with another officer. He looked curiously at Till. Where do you come from? He asked. From Flanders, replied Till. What do you want? I should like to show His Highness the Archduke one of my paintings. I'm a painter. The captain of the guards was playing game of chess with another officer. Captain of the guards അവിടെ ഇരുന്നുകൊണ്ട് മറ്റൊരു ഓഫീസറിന്റെ കൂടെ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. The captain of the guards asked Till, where do you come from? And Till replied, I come from Flanders. ടില്ലിനോട് ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സിന്റെ അടുത്ത് ടിൽ പറഞ്ഞു, ഐ കം ഫ്രം ഫ്ലാൻഡേഴ്സ്. ഞാൻ വരുന്നത് ഫ്ലാൻഡേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. വാട്ട് ഡു യു വാണ്ട്? ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് ആസ്ക്ഡ് അഗൈൻ. നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. Then Till replied, I would like to show one of my paintings to the Archduke. എനിക്ക് ആർച്ച്ഡ്യൂക്കിന് ഞാൻ ചെയ്തിട്ടുള്ള ഒരു പെയിന്റിംഗ് കാണിക്കണം, അതാണ് എൻ്റെ ആവശ്യം, അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയാണ് ടിൽ. Well, if you are a painter and if you come from Flanders, you may come in, said the captain, somewhat impressed. After listening to the reply of Till that he comes from Flanders and he's a painter, he would like to show one of his paintings to the Archduke. ഇത് കേട്ടപ്പോൾ താൻ വരുന്നത് ഫ്ലാൻഡേഴ്സിൽ നിന്നാണ്, ഞാനൊരു പെയിന്റർ ആണ്, എനിക്ക് ആർച്ച് ഡ്യൂക്കിന് ഒരു പെയിന്റിംഗ് കാണിക്കണം എന്നുള്ള ചില്ലിന്റെ റിപ്ലൈ കേട്ടപ്പോൾ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് വാസ് ഇംപ്രസ്ഡ്. He said, if you are a painter and if you come from Flanders, come in. എങ്കിൽ നീ അകത്തേക്ക് വന്നു പറഞ്ഞു. The captain knew that Flemish painters and their pictures were in great demand all over Europe. Why Captain of the Guards allowed Till to come into the palace? Because he knew that Flemish painters from Flanders were very famous all over Europe and their paintings were in great demand. ഫ്ലാൻഡേഴ്സിലെ പെയിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പെയിന്റേഴ്സ് ആണ് ഫ്ലെമിഷ് പെയിന്റേഴ്സ്. കൂടാതെ അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ യൂറോപ്പിൽ ഭയങ്കര ഡിമാൻഡാണ് ആ പെയിന്റിങ്സിന് എന്ന് ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്തു പറഞ്ഞു, നിങ്ങൾ ഒരു ഫ്ലെമിഷ് പെയിന്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് വരാം എന്നുള്ള പെർമിഷൻ കൊടുക്കാണ് ടില്ലിന്. Till was presented to the Archduke. He saluted the Archduke 3 times and stood before him with his head bowed. May your highness pardon me for my rashness in thinking that one of my paintings will please your highness. അങ്ങനെ ചില്ല് അവസാനം ആർച്ച് ഡ്യൂക്കിന്റെ മുമ്പിൽ എത്തുന്നു. ചില്ല് ആർച്ച് ഡ്യൂക്കിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഹി ബൗഡ് ഹിം ലോ. അദ്ദേഹത്തെ താണ് വണങ്ങിക്കൊണ്ട് എന്ത് പറഞ്ഞു? May your highness pardon me for my rashness in thinking that one of my paintings will please you. എൻ്റെ ഒരു പെയിന്റിംഗ് അങ്ങയെ സന്തോഷിപ്പിക്കുമെന്ന് കരുതുന്നത് എൻ്റെ അഹങ്കാരമാണെങ്കിൽ താങ്കൾ എന്നോട് ക്ഷമിക്കുമല്ലോ
എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻട്രൊഡക്ഷനായിട്ട് ടില്ല് ആർച്ച് ഡ്യൂക്കിന് അടുത്ത് സംസാരിക്കുന്നത്. I have brought a picture of Our Lady, the Virgin, in her royal robes. താങ്കളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. Which was the picture? വിർജിൻ മേരി അവരുടെ റോയൽ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പെയിന്റിംഗ് ഞാൻ അങ്ങേ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നു. I have painted it specially so that I might lay it at your noble feet. Till paused a few moments for his words to sink in. അതുകൂടാതെ ടിൽ എന്തുകൂടെ പറഞ്ഞു, ഞാൻ ഈ പിക്ചർ താങ്കളുടെ കാൽക്കീഴിൽ അർപ്പിക്കാൻ വേണ്ടി, താങ്കളെ കാണിക്കാൻ വേണ്ടി മാത്രം, താങ്കൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് പെയിന്റ് ചെയ്തൊരു പിക്ചറാണിത് എന്ന് പറഞ്ഞു. കുറച്ച് സമയം തന്റെ വാക്കുകൾ രാജാവിന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടി, സിങ്ക് ചെയ്യാൻ വേണ്ടി ടിൽ ചെറിയൊരു പോസ് ഇട്ടു. Then he continued, "You must forgive me, Your Highness, if I have dared to hope that this picture will please you." കൂടാതെ എന്തുകൂടെ പറഞ്ഞു, രാജാവേ, ഈ ചിത്രം താങ്കളെ സന്തോഷിപ്പിക്കുമെന്ന് ഉള്ളത് എന്റെ അഹങ്കാരമാണെങ്കിൽ താങ്കൾ എന്നോട് ക്ഷമിക്കുമല്ലോ എന്ന ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള, ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ടില്ല് രാജാവിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ടില്ലിന്റെ സംസാരം കേട്ടാൽ ആരായാലും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോകും. അത്രയും നല്ല ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ള സംസാരമായിരുന്നു ടില്ലിന്. Perhaps Your Highness might wish to offer me the chair of your court painter who died recently. I can see the empty velvet chair waiting to be filled. അതിനുശേഷം ടില്ല് പറയാണ്, ഇവിടെ റീസെന്റ് ആയിട്ട് മരണപ്പെട്ടിട്ടുള്ള കോഡ് പെയിന്ററിന്റെ ചെയർ ഒഴിഞ്ഞുകിടക്കാണ്. ആ വെൽവെറ്റ് ചെയർ ഒഴിഞ്ഞുകിടക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ആ ചെയർ, ആ സ്ഥാനം എനിക്ക് ഈ രാജകൊട്ടാരത്തിലെ കോഡ് പെയിന്റർ ആവുക എന്ന എന്റെ ആഗ്രഹം താങ്കൾ സഫലീകരിക്കും. താങ്കൾ എന്നെ ഈ രാജകൊട്ടാരത്തിലെ കോഡ് പെയിന്റർ ആയിട്ട് നിയമിക്കും, കൊട്ടാരം ചിത്രകാരനായിട്ട് നിയമിക്കും എന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. The Virgin's picture was a splendid painting and the Archduke made up his mind at once. Till പെയിന്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന വിർജിൻ മേരിയുടെ പിക്ചർ, that was a splendid painting. It was a superb painting. അതിമനോഹരമായ പെയിന്റിംഗ് ആയിരുന്നു. അത് കണ്ടതും ആ നിമിഷം തന്നെ രാജാവ് ആർച്ച്ഡ്യൂക്ക് എന്ത് തീരുമാനിച്ചു? Yeah, he is going to be the new court painter. Till is going to be the new court painter എന്നുള്ള ഡിസിഷൻ അദ്ദേഹം എടുത്തു കഴിഞ്ഞിരുന്നു. He embraced and kissed him on both cheeks. He said, "I shall be delighted to make you my court painter." Archduke ടില്ലിന്റെ കവിളിൽ, രണ്ട് കവിളിലും ചുംബനം കൊടുത്തു, ഉമ്മ കൊടുത്തു, കെട്ടിപ്പിടിച്ചു, എംബ്രേസ് ചെയ്തു അദ്ദേഹത്തെ. എന്നിട്ട് പറഞ്ഞു, എന്ത്, എനിക്ക് ഒരുപാട് അതിയായ സന്തോഷമുണ്ട് താങ്കളെ ഈ രാജകൊട്ടാരത്തിലെ കോട്ട് പെയിന്റർ ആക്കി മാറ്റുന്നതിൽ അങ്ങേയറ്റം ഹാപ്പിയാണ് എന്ന് പറയുന്നു. He directed him to the chair and made him sit on it. "Well, my dear fellow," he said, "you do have a tongue in your head and you certainly seem to know how to use it. You are very talkative fellow, aren't you?" ആർച്ച്ഡ്യൂക്ക് ടില്ലിനെ എങ്ങോട്ട് നയിക്കുന്നു? ആ വെൽവെറ്റ് ചെയറിനെടുത്തോട്ട്, രാജകൊട്ടാരത്തിലെ കോഡ് പെയിന്ററിന്റെ സീറ്റിനെടുത്തോട്ട് നയിക്കുന്നു അദ്ദേഹത്തെ. ടില്ലിനെ ആ സീറ്റിൽ ഇരുത്തുന്നു. ഇരുത്തിയ ശേഷം രാജാവ് എന്ത് പറയുന്നു? "Well, my dear fellow, you are very talkative fellow. You got a tongue in your head." താങ്കൾ ഭയങ്കര കൗശലക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. താങ്കളുടെ സംസാരം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. "You are very talkative fellow, aren't you?" നിങ്ങൾ ഭയങ്കര സംസാരപ്രിയരാണല്ലേ. "Your Highness, may it please you to remember me and my donkey Jeff for just one more minute." Till replied, "My donkey has been feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside, but I have had nothing to eat for the past 3 days." Then Till has another wish or another thing he wanted to tell to the Archduke. Till മറ്റൊരു കാര്യം ആർച്ച്ഡ്യൂക്കിനോട് വീണ്ടും ആവശ്യപ്പെടുകയാണ്. "Archduke, please take care of me and my donkey Jeff." So what is the name of the donkey? Yeah, the name of the donkey is Jeff. And he also says that my donkey was feeding himself fairly on the way he was coming to, or on the journey that I was riding on my donkey, and it was eating a lot of grass on the hedges and also thorns. ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ ഡോങ്കി ജെഫ് ഒരുപാട് പുല്ല് കഴിച്ചിട്ടുണ്ട്. But I have been starving for the last 3 days. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ പട്ടിണി കിടക്കാണ്.
My stomach has been complaining very loudly. Perhaps your highness can even hear it now. I have been feeding myself with dreams of good food and drink at your royal table. Until says, my stomach has been complaining and you probably might hear it. എൻ്റെ വയറ് വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ താങ്കൾക്ക് ആർച്ച് ഡ്യൂക്കിന് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും എൻ്റെ വയറിൻ്റെ പരാതി എന്ന് തമാശ പറയുന്നു. കൂടാതെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. What was his dream or what Till was dreaming about? Yeah, having feast at your royal table. എൻ്റെ മനസ്സിൽ ഞാൻ ഊട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ സ്വപ്നങ്ങൾ നിറയെ എന്തായിരുന്നു? Having a dinner with you, eating whatever I could get from here. The Archduke smiled and said, well, my dear fellow, you will certainly have something more solid than dreams to feed on. But where is your donkey? Then Archduke says to him, yeah, you can get something solid than dreams. എന്തായാലും നിനക്കിവിടെ സ്വപ്നങ്ങളെക്കാൾ കുറച്ചും കൂടി സോളിഡ് ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, കട്ടിയുള്ള എന്തെങ്കിലും തിന്നാൻ വേണ്ടി ലഭിക്കും. ആൻഡ് where is your donkey? നിന്റെ ഡോങ്കി ഇപ്പോഴെവിടെയാണുള്ളത് എന്ന് ചോദിക്കുന്നു. I left him outside, opposite the palace. I shall be most grateful if Jeff is looked after. He needs a little fodder and lodging at night, said Till. Then Till says, I left my donkey opposite to the palace. ഞാൻ പാലസിന്റെ പുറത്ത് ജെഫിനെ, എൻ്റെ ഡോങ്കിനെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. I shall be most grateful if Jeff is looked after. എൻ്റെ ഡോങ്കി ജെഫിനെ പരിപാലിക്കുകയാണെങ്കിൽ, അതിനെ നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനായിരിക്കും എന്ന് പറയുന്നു. He needs little fodder and lodging at night. അതിന് കുറച്ച് ഭക്ഷണവും അതുപോലെ രാത്രി കിടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒന്ന് ഒരുക്കി കൊടുക്കുമോ എന്നും ആവശ്യപ്പെടുന്നു. The Archduke immediately ordered the donkey to be taken care of and he added, treat it like one of my own animals. ഇത് കേട്ട Archduke അപ്പം തന്നെ എന്ത് ചെയ്യുന്നു? The king orders to take care of that donkey Jeff. And he also says it should be taken care of as one of my own animals. രാജാവ് ഉടനടി എന്ത് ചെയ്യുന്നു? ഉത്തരവിടുന്നു, ഡോങ്കിയെ നന്നായിട്ട് ശ്രദ്ധിക്കണം, കൂടാതെ എൻ്റെ സ്വന്തം മൃഗത്തെ പോലെ അതേപോലെ തന്നെ ജെഫിനെ ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ഇറ്റ് ലൈക്ക് മൈ ഓൺ ആനിമൽസ് എന്നും കൂടി നിർദ്ദേശിക്കുന്നു. Before long, supper was served and it was like a wedding feast. The tables were loaded with every kind of food and drink. Wine flowed like water. The courtiers stuffed themselves with the choicest dishes. അധികം വൈകാതെ തന്നെ അവർക്കുള്ള സപ്പർ സെർവ് ചെയ്യപ്പെടുന്നു. And it was like a wedding feast. വിവാഹത്തിനൊക്കെയുള്ള സൽക്കാരം പോലെ വളരെ ഗംഭീരമായിട്ടുള്ള ഫുഡായിരുന്നു അന്ന് രാത്രിത്തെ അത്താഴം. ടേബിളുകൾ എല്ലാം തന്നെ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ. വൈന് വെള്ളം പോലെ അത്രയും സുലഭമായിട്ട് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കഴിക്കാനായിട്ട്. കോർട്ടിയേഴ്സ് എല്ലാം തന്നെ അവർക്ക് എത്രമാത്രം ഭക്ഷിക്കാൻ പറ്റുമോ അത്രയും ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ട്. The Archduke made Till eat and drink until his stomach was about to burst. The Archduke too ate heartily. ടില്ലിന് എത്രമാത്രം കഴിക്കാൻ പറ്റുമോ അതുപോലെ എത്രമാത്രം വൈനെല്ലാം കുടിക്കാൻ പറ്റുമോ അത്രയും ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്യുന്നു? ടില്ലിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയും വൈൻ കുടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. Until his stomach was about to burst. ടില്ലിന്റെ വയറ് പൊട്ടിപ്പോവും എന്ന രീതിയിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? ആർച്ച്ഡ്യൂക്ക് ഭക്ഷണം കഴിപ്പിക്കുന്നു. കൂടാതെ ആർച്ച്ഡ്യൂക്കും അദ്ദേഹത്തിന്റെ മനസ്സ് നിറയുന്നവരെ, തൃപ്തിയാവുന്നവരെ he also ate heartily. His face was flushed with drink, but he seemed lost in thought. He suddenly looked up and said loudly, our court painter must paint our portrait so that we will have the satisfaction of leaving our memory to our descendants. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. So വൈനെല്ലാം കഴിച്ച് ആർച്ച്ഡ്യൂക്കിന്റെ കവിളെല്ലാം നല്ല ചുവന്ന് തുടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ എന്തോ ചിന്തയിൽ മുഴുകി. He lost in thought and he suddenly looked up and said, പെട്ടെന്ന് അദ്ദേഹം മുകളിലേക്ക് നോക്കിക്കൊണ്ട് എന്ത് പറഞ്ഞു? Our court painter must paint our picture. നമ്മുടെ കോട്ട് പെയിന്റർ എന്റെ പിക്ചർ പെയിന്റ് ചെയ്യണം. So that we will have the satisfaction of leaving our memory to the descendants. അങ്ങനെ എന്റെ പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ എന്റെ മെമ്മറീസ് എന്റെ വരും തലമുറയ്ക്ക് വേണ്ടി കൈമാറാൻ എനിക്ക് സാധിക്കും. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. Then Archduke says,
my picture should be portrayed so that I too will adorn these walls just like my ancestors. എന്റെ പിക്ചറും ഇവിടെ വരയ്ക്കണം ഈ വാളിന്റെ മേലെ, ഈ രാജകൊട്ടാരത്തിലെ ചുമരിൽ എന്റെ പിക്ചറും വരയ്ക്കണം. Why? Because there are a lot of paintings of the ancestors. ഇദ്ദേഹത്തിന്റെ ancestors ആയിരുന്ന ഒരുപാട് ആർച്ച് ഡ്യൂക്സിന്റെ ഫോട്ടോഗ്രാഫ്സ് ഓർ പെയിന്റിങ്സ് ഇവിടുത്തെ ഈ കൊട്ടാരത്തിലെ വാളിന്റെ മേലെ ഉണ്ട്. അതുപോലെ എന്റെ പിക്ചേഴ്സും എന്റെ ഡിസെൻഡൻസിന് കാണാൻ വേണ്ടി, എന്നെ ഓർമ്മിക്കാനും, ഇങ്ങനെ ഒരു രാജാവ് ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ആർച്ച് ഡ്യൂക്ക് ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും എല്ലാ കാലത്തും ഓർക്കാൻ വേണ്ടി എന്റെ പിക്ചറും ഇവിടെ വരയ്ക്കപ്പെടണം എന്ന് രാജാവ് പറയുന്നു. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. We do not know when God will think fit to summon us, but our portrait should be painted. Then he continued to say that it's sad to think about death. മരണത്തെക്കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമകരമാണ്. But no one knows when God will think fit to summon us. പക്ഷെ നമുക്ക് ആർക്കും അറിയില്ല ദൈവം എപ്പോഴാണ് നമ്മളെ വിളിക്കുക. When God will think that we are fit to summon, നമ്മളെ വിളിപ്പിക്കപ്പെടാൻ, നമ്മളെ മരണമാകുന്ന വിളി നമ്മളെ എപ്പോൾ വിളിക്കണം എന്ന് ആർക്കും ഒരു നിശ്ചയമില്ല, ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ. പക്ഷെ എന്താണെങ്കിലും എന്റെ പോർട്രേറ്റ്, എന്റെ പെയിന്റിംഗ്, എന്റെ പിക്ചർ ഇവിടെ വരയ്ക്കപ്പെടുക തന്നെ ചെയ്യണം. Twill quickly replied, "Your lordship's slightest wish is to me command. All the same, I do feel rather unhappy about painting your lordship all by yourself." What was the reply of Till? Till replied that your slightest wish is to me command. അങ്ങയുടെ ചെറിയൊരു നേരിയ ആഗ്രഹം പോലും എന്നെ സംബന്ധിച്ച് എന്താണ്? It's like a command to me. അങ്ങയുടെ ചെറിയൊരു വിഷ് പോലും എന്നെ സംബന്ധിച്ച് അതൊരു ഉത്തരവാണ്. And I also feel rather sad to paint your picture all by yourself. താങ്കളുടെ പിക്ചർ, താങ്കളെ ഒറ്റയ്ക്ക് വരയ്ക്കുന്നതിൽ, താങ്കളുടെ പോർട്രേറ്റ് ഒറ്റയ്ക്ക് പെയിന്റ് ചെയ്യപ്പെടുന്നതിൽ എനിക്ക് ഒരു വിഷമമുണ്ട്. Is it not terrible to think of your lordship being lonely forever and ever? Don't you think, ladies and gentlemen, that his highness should be accompanied by at least her highness, her ladies, the noble generals and captains who adorn this court? Then Till says, don't you think, or isn't it sad to think yourself so lonely a king? താങ്കളെ ഒരു ഒറ്റപ്പെട്ട രാജാവായിട്ട്, ഇനി വരുന്ന തലമുറ താങ്കളെ ഒരു ലോൺലി കിങ് ആയിട്ട് ചിന്തിക്കുന്നത് വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു. And he also asked, ladies and gentlemen, don't you think that king should be accompanied by her highness, her ladies and generals and captains who adorn this court? ഈ രാജകൊട്ടാരം അലങ്കരിക്കുന്ന രാജാവിന്റെ പ്രിയ പത്നിയും പത്നിയുടെ തോഴിമാരും അതുപോലെ ഇവിടെയുള്ള ക്യാപ്റ്റൻസ് ആൻഡ് ജനറൽസ് ഇവരെല്ലാം ഈ പിക്ചറിനകത്ത് ഉണ്ടാവേണ്ടതായിട്ടില്ലേ? ഇല്ലെങ്കിൽ രാജാവ് ഒരൊറ്റപ്പെട്ട രാജാവായിരുന്നു എന്ന് പിൽക്കാലത്ത് ആളുകൾ ചിന്തിക്കില്ലേ എന്ന് ചോദിക്കുന്നു. A court like this has few rivals in splendor, loveliness and chivalry. In the midst of such valor and beauty, I will make my lord and lady shine forth like the moon, surrounded by lanterns. വാചക കസരത്തില് ഒട്ടും കുറവില്ലാത്ത നമ്മുടെ ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? രാജാവിനെ എങ്ങനെയൊക്കെ പുകഴ്ത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ പുകഴ്ത്തുന്നുണ്ട്. And he says, a court like this has few rivals in splendor, valor and beauty. ഇത്തരത്തിലുള്ളൊരു രാജ കൊട്ടാര സദസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഭംഗി കൊണ്ടും ആഢ്യത്വം കൊണ്ടും ഇതിന്റെ ബ്യൂട്ടി കൊണ്ടും വാലോ കൊണ്ടും എല്ലാം വളരെ റയർ ആയിട്ടുള്ള ഒരു കോട്ടാണിത്. ഈ രാജകൊട്ടാരത്തിന് പകരം വെക്കാൻ മറ്റൊരു സദസ്സും ഇല്ല. അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഭയങ്കര ധൈര്യവാന്മാരും വളരെയധികം വീരശൂര പരാക്രമികളൊക്കെ ഉള്ളൊരു രാജസദസ്സാണിത്. ഇതിന് വെല്ലാൻ മറ്റ് രാജസദസ്സുകളൊന്നും തന്നെ ഇല്ല. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദിസ് വാലർ ആൻഡ് ബ്യൂട്ടി ഐ വിൽ മേക്ക് മൈ ലോർഡ് ആൻഡ് ലേഡി ഷൈൻ ലൈക്ക് ദ മൂൺ സറൗണ്ടഡ് ബൈ ലാന്റേൺസ്. ഇത്തരത്തിലുള്ള രാജസദസ്സിലെ എന്റെ രാജാവിനെയും രാജാവിന്റെ പ്രിയ പത്നിയെയും എങ്ങനെ പെയിന്റ് ചെയ്യുന്ന പറയുന്നത്? ഐ വിൽ പെയിന്റ് യു ലൈക്ക് മൂൺ സറൗണ്ടഡ് ബൈ ലാന്റേൺസ്. ചന്ദ്രന് ചുറ്റും ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചാലുള്ള അത്രയും ഭംഗിയിൽ, അത്രയും മനോഹരമായിട്ട് ഈ പെയിന്റിംഗ്, ഈ പിക്ചർ ഞാൻ വരയ്ക്കുന്നതായിരിക്കും. The Archduke thought that it was a good idea.
Well, my friend, your painting will be a great piece of art. What reward do you expect for it? When the Archduke heard this, he thought that it's better to paint his picture with all his courtiers so that the painting will be a great piece of art. And he asked still, what do you expect in return? ഈ മനോഹരമായിട്ടുള്ള പെയിന്റിംഗ് താങ്കൾ പറഞ്ഞ പോലെ തന്നെ വരയ്ക്കാം. അതിന് താങ്കൾ എന്താണ് പ്രതിഫലമായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് ടില്ലിനോട് ആർച്ച്ഡ്യൂക്ക് ചോദിക്കുന്നു. 100 pieces of gold. You can pay me now or later, just as you wish. Here are the 100 pieces of gold in advance, said the Archduke, giving him the gold. Till says 100 pieces of gold coins. That's what I expect as a reward for painting your picture. ഞാൻ 100 സ്വർണ്ണ നാണയമാണ് ഇതിന് പകരമായിട്ട് സമ്മാനമായിട്ട് ലഭിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ആർച്ച്ഡ്യൂക്കിനോട് പറയുന്നു. Archduke gives the money at once to the painter Till. Archduke അപ്പോൾ തന്നെ ടില്ലിന് 100 gold coins സമ്മാനിക്കുന്നു. My lord, you are the most generous of masters. You have filled my lamp with oil, which will forever burn in your honor. Till was so happy to get the money in advance, and he says to the king that, I am so much honored, my king. You have filled my lamp with oil, and it will burn forever for you. ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. താങ്കൾ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിരിക്കുന്നു. എൻ്റെ വിളക്കിൽ താങ്കൾ എണ്ണ ഒഴിച്ചിരിക്കുന്നു. അതിനി എന്നും എല്ലാ കാലവും താങ്കൾക്ക് വേണ്ടി ഈ ലാമ്പ്, ഈ വിളക്ക് താങ്കൾക്ക് വേണ്ടി കത്തിക്കൊണ്ടേയിരിക്കും എന്ന് പറയും. This is actually a turning point of the story. We have seen that Till is a wanderer. He goes from court to court and he finally reaches the palace of the Archduke of Battenberg, and he was able to meet the king by saying that he come from Flanders and he has a painting. He is a painter, and he finally meets the Archduke and he shows the painting of Virgin Mary, and the king was very much impressed about the painting, and finally king asked Till to paint his picture. So ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ടേണിംഗ് പോയിന്റ്സ് ഉണ്ട് സ്റ്റോറിക്കകത്ത്. വി വിൽ കണ്ടിന്യൂ ദ സ്റ്റോറി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗം കാണുന്നതായിരിക്കും. സോ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, സ്റ്റോറി നന്നായിട്ട് വായിച്ച് പഠിക്കുക. എത്ര വട്ടം വീഡിയോ കാണാൻ വേണ്ടി പറ്റുമോ അത്രയും വട്ടം വീഡിയോ കാണുക. ഹെഡ്സെറ്റ് ഇട്ടിട്ട് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, സോ ദാറ്റ് യു ക്യാൻ ലിസൺ ടു ഇറ്റ് in a better way. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് താഴെ അറിയിക്കുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇഫ് യു ലൈക്ഡ് ഇറ്റ്. നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക. ആൻഡ് വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Until then, take care. Bye.